ഹൃദയപൂർവം ഭാഗം 17. ലക്ഷ്മി കണ്ടോ? പുറത്തേക്കിറങ്ങി വന്നുകൊണ്ട് സാന്ദ്ര ചോദിച്ചു. ആ, നൃത്തമണ്ഡപത്തിലേക്ക് പോയിട്ടുണ്ട്. അതെയോ? ഇന്ന് ലക്ഷ്മി പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര പുറത്തേക്കിറങ്ങി. വാ മാധവ, നമുക്ക് നോക്കാം ലക്ഷ്മിക്കുട്ടിയുടെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ നടന്നു. അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ മാധവും അവൻ്റെ പുറകെ നടന്നു. അവർ ചെല്ലുമ്പോൾ ലക്ഷ്മി ചിലങ്ക കെട്ടുന്നത് കണ്ടു. സീതാമ്മേ, ഇത് വേണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത് നോക്കുന്നതല്ലേ. ലക്ഷ്മി പറയുന്നുണ്ട്. അത് സാരല്ല മോള്, ചിലങ്ക കെട്ടിയിട്ട് തന്നെ ആടിയാൽ മതി. എനിക്ക് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്, സീതാമ്മ പറഞ്ഞു. പിന്നെ അവൾ മറുത്തൊന്നും പറയാതെ ഷോളെല്ലാം അരയിൽ കെട്ടിവെച്ചുകൊണ്ട് നടരാജ വിഗ്രഹത്തെ തൊട്ടു വണങ്ങി. ചേച്ചി, ഏത് പാട്ടാണ് ചെയ്യാൻ പോകുന്നത്? മോളെ, എൻ്റെ ഫോൺ എടുക്ക്. എൻ്റെ ഫോണിൽ ഞാൻ പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. അത് പറഞ്ഞതും മിത്ര ടേബിളിലിരുന്ന ഫോൺ എടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തു. അത് അവിടെയുള്ള സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തു. നന്ദനം എന്ന മൂവിയിലെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന സോങ്ങാണ് ആദ്യമായി വന്നത്. അവൾ നല്ല ഭംഗിയായി ആ വരികൾക്ക് നൃത്തം ചെയ്തു. അതിനുശേഷം ഇഷ്ടം എന്ന മൂവിയിലെ ചഞ്ചല ദ്രുതപഥ താളം എന്ന സോങ്ങായിരുന്നു. അതിനുശേഷം വന്നത് ഹരികൃഷ്ണൻസ് എന്ന മൂവിയിലെ സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം എന്ന മൂവി സോങ്ങായിരുന്നു. ഈ 3 സോങ്ങുകളിലും അവൾ ഭംഗിയായി തന്നെ നൃത്തം ചെയ്തു. എല്ലാവരും കണ്ണിമ വെട്ടാതെയാണ് അത് നോക്കി നിന്നത്. പുറത്തെ വരാന്തയിലെ ചാരുപടിയിൽ ഇരുന്നു കൊണ്ട് മാധവും ഉദയനും മാധവിൻ്റെ അച്ഛനും ടീച്ചറമ്മയും മാഷച്ചനും എല്ലാവരും അവളുടെ നൃത്തം കണ്ടു. കൂടെ അവിടെ പഠിക്കാൻ വന്ന കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും അവളുടെ നൃത്തം കഴിഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. പെട്ടെന്നാണ് മിത്ര ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടാണോ ഒന്നും അറിയില്ല, പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്? എന്ത് നന്നായിട്ടാണ് ചേച്ചി ചെയ്തത്. സത്യം കണ്ണെടുക്കാൻ പറ്റിയില്ല. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ? ചേച്ചിയുടെ ഓരോ മൂമെൻറ്റ്സും കാണാൻ അത്ര ഭംഗിയായിരുന്നു. എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. അതൊക്കെ ഇതേ നമ്മുടെ ടീച്ചറമ്മയായിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേച്ചി, ഈ സോങ്ങിൻ്റെ ഒരു കോംബോ എനിക്കൊന്ന് പഠിപ്പിച്ച് തരുമോ? അവൾ ചോദിച്ചു. അതിന് ലക്ഷ്മി ഒന്ന് ചെറുതായി ചിരിച്ചു. ആ സമയം അവളുടെ അടുത്തേക്ക് സീതാമ്മയും എത്തി. ഇനി നീ ഇവിടേക്ക് ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കയറി പോകരുത്. കാരണം നീ പ്രാക്ടീസ് ചെയ്യണ്ട. നീ പഠിച്ചത് നിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നീ ഇവിടെ പെർഫോം ചെയ്തത്. നന്നായിട്ടുണ്ട്. ഇവള് പറയുന്നത് പോലെ മോളുടെ ആ നൃത്തത്തെ കുത്തിക്കീറി ആധികാരികമായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ പറയാനൊന്നുമില്ല. അത്രയും ഭംഗിയായിട്ടുണ്ടായിരുന്നു. മോള് എത്ര വർഷം നൃത്തം പഠിച്ചു? സീതാമ്മ ചോദിച്ചു. 12. അവൾ പറഞ്ഞു. 12 വർഷം വരെ നീ നൃത്തം പഠിച്ചു, എന്നിട്ടാണോ നീ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറിയത്? വേണമെങ്കിൽ ദേ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ കയറിക്കോ. അല്ലാതെ നീ പ്രാക്ടീസ് എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ, ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നീ കയറാൻ നിൽക്കണ്ട, കേട്ടല്ലോ, സീതാമ്മ പറഞ്ഞു. ലക്ഷ്മിയുടെ നൃത്തം തുടങ്ങിയപ്പോഴേ മിത്ര വന്ന് മാധവിൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ടു പോയിരുന്നു. അവൾ അതിൽ വീഡിയോ എടുക്കുന്നത് മാധവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഉദയൻ അകത്തേക്ക് ചെന്നു. കൂടെ മാഷച്ചനും മാധവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അവരുടെ പുറകെയായിട്ട് മാധവും ചെന്നു. സത്യമായിട്ടും മോളെ, ഞാൻ ഒരുപാട് ക്ലാസിക്കൽ ഡാൻസിനെ ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ല, പക്ഷേ ഇത് സത്യം കണ്ടിരുന്നു പോയി, മാഷച്ചൻ പറഞ്ഞു. അതെ മോളെ, മാഷ പറഞ്ഞത് സത്യമാണ്, കണ്ടിരുന്നു പോയി, നന്നായിട്ടുണ്ടായിരുന്നു, മാധവിൻ്റെ അച്ഛനും പറഞ്ഞു. പിന്നെ നമുക്കൊരു ദിവസം നമ്മുടെ അമ്മയെയും പിന്നെ ലക്ഷ്മി ചേച്ചിയെയും കൊണ്ട് ഒന്ന് ഒരുമിച്ച് നൃത്തം ചെയ്യിപ്പിച്ചാലോ? ആരാണ് ബെറ്റർ എന്ന് അറിയാലോ. അത് പറഞ്ഞ മിത്രയെ എല്ലാവരും ഒന്ന് നോക്കി. അതൊന്നും വേണ്ട. ഞാൻ എവിടെയാ? എനിക്ക് ഇത്ര നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ സിനിമ പാട്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ലക്ഷ്മി പറഞ്ഞു. ആയിക്കോട്ടെ, ഇനി നിനക്ക് ഇവിടെ വരാം. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ പഠിപ്പിക്കാം. കൂടെ നിനക്കും പഠിച്ചതെല്ലാം ഒന്ന് ചെയ്തു നോക്കാം, കേട്ടോ, സീതാമ്മ പറഞ്ഞു. അപ്പോഴാണ് മിത്രയുടെ കയ്യിലുണ്ടായിരുന്ന മാധവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഏട്ടാ ഫോൺ എന്ന് പറഞ്ഞ് മിത്ര ഫോൺ കൊടുത്തതും മാധവ് ലക്ഷ്മിയൊന്ന് നോക്കി. ആ സമയം അവളുടെ കണ്ണുകളും പെട്ടെന്ന് മാധവിലായിരുന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മഴ പെയ്യുന്നത് കൊണ്ട് മാധവ് അവൻ്റെ വീടിൻ്റെ വരാന്തയിലേക്കാണ് ചെന്ന് നിന്നത്. ആ
എന്തായി? ആ ശരി, നിങ്ങളിങ്ങോട്ട് വരുമോ? മാധവ് ചോദിച്ചു. ആ വരാടാ. ആ എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതും മിത്ര എടുത്ത വീഡിയോ സ്ക്രീനിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ അതൊന്ന് പ്ലേ ചെയ്തു. പാട്ടിൻ്റെ വോളിയം കുറച്ചാണ് അവനത് കണ്ടത്. അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും അവളുടെ നൃത്തച്ചുവടുകൾ തങ്ങി നിന്നു. അവനൊരു പുഞ്ചിരിയോടെ ഫോണിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഉദയൻ അങ്ങോട്ട് വന്നത്. എന്തായടാ, നീ വരുന്നുണ്ടോ പുറത്തേക്ക്? ഇപ്പോൾ മഴ പെയ്യുന്നില്ലല്ലോ. ഉദയൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. മാധവ് വേഗം ഫോൺ എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ആണോ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഉദയനും വരാന്തയിലേക്ക് കയറിയിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൃത്തമണ്ഡപത്തിൽ നിന്നും സാന്ദ്രയും ടീച്ചറമ്മയും ലക്ഷ്മിയും മിത്രയും കൂടി പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെ കുട്ടികൾ പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. അല്ല, മാഷച്ചനും നമ്മുടെ അച്ഛനും എവിടെ? മിത്ര ചോദിച്ചു. അവര് ദേ അങ്ങോട്ട് പോയിട്ടുണ്ട്. മാങ്ങ പഴുത്ത് കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് പറിക്കാൻ വേണ്ടി പോയതാ. ഇപ്പം മഴയൊന്നും തോർന്നിട്ടുണ്ടല്ലോ, ഉദയൻ പറഞ്ഞു. ആ, ഞാൻ നോക്കിയിരിക്കായിരുന്നു. എന്തു മധുരാന്നറിയോ ലക്ഷ്മി ചേച്ചി. പക്ഷേ ഒന്നോ രണ്ടെണ്ണയ്ക്ക് പഴുത്ത് കിട്ടുള്ളൂ. അതാ പഴുക്കുന്നതിന് മുമ്പ് ചെന്ന് പറിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ പറയും അവിടെ തന്നെ കിടന്ന് പഴുക്കുമ്പോൾ പ്രത്യേക രുചിയാണെന്ന്. സത്യമാണ് കേട്ടോ, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, മിത്ര പറഞ്ഞു. എല്ലാവരും പിന്നെ വരാന്തയിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ ഞാനേ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അവളുടെ വീട്ടിലേക്ക് പോകാൻ പോയതും, ചേച്ചി ചായ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ലക്ഷ്മി ചേച്ചി ഞങ്ങളുടെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ, വാ ഞാൻ കാണിച്ചു തരാം. സാന്ദ്ര ചേച്ചി, ഫ്രിഡ്ജിൽ പാലും ചായപ്പൊടി പഞ്ചസാര എല്ലാം ഇരിക്കുന്നുണ്ട്, ചായ എടുക്ക്. അപ്പോഴേക്കും ഞാൻ ലക്ഷ്മി ചേച്ചിയെ ഈ വീട് മൊത്തം കാണിച്ചു കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചു. അകത്തേക്ക് കയറുമ്പോൾ മിത്ര അവിടെ ഇരുന്ന് നോക്കുന്ന മാധവിനെ ഒന്ന് നോക്കി. പിന്നെ പതിയെ ഏട്ടത്തി അവൾ ചുണ്ടുകൾ അനക്കി. അത് മനസ്സിലായതുപോലെ മാധവ് പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം മാറ്റി. ചേച്ചി, ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ആ വീട്ടിലേക്ക് കയറിയത്. വീട്ടിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് തന്നെ ഭിത്തിയിൽ നല്ല ഭംഗിയിലുള്ള ഒരു മരത്തടിയിൽ മേലെപ്പാട്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നു. നിങ്ങളുടെ വീട്ടുപേര് മേലെപ്പാട്ടെന്നാണോ? അതെ, മേലെപ്പാട്ട് തറവാട്ടിലെ കൃഷ്ണകുമാറിൻ്റെയും സീതയുടെയും ഇളയ മകളാണ് ഈ ഞാൻ, മിത്ര കൃഷ്ണ, അവൾ പറഞ്ഞു. ആ വീടിനകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് വലിയ ഒരു നിലവിളക്കാണ്. മുന്നിലെ പ്രധാന വാതിലിന് നേരെയായിട്ടാണ് അത് വച്ചിരിക്കുന്നത്. പഴയ കാലത്തെ കൊത്തുപണികളുള്ള വലിയ അലമാരകൾ, അവയ്ക്കുള്ളിൽ എന്തൊക്കെയോ പാത്രങ്ങളും, അതും ഓട്ടുപാത്രങ്ങൾ, പഴയ ചെമ്പ് പാത്രങ്ങൾ എല്ലാം ഇരിക്കുന്നുണ്ട്. അതാണ് ആ ഹാളിൻ്റെ ഭംഗി കൂട്ടുന്നത് എന്ന് അവൾക്ക് തോന്നി. പിന്നീട് കടന്നത് ഡൈനിങ് റൂമിലേക്കായിരുന്നു. അവിടെ വലിയൊരു മരമേശ കിടക്കുന്നുണ്ട്. അതിനു ചുറ്റും 6-7 കസേരകൾ ഇട്ടിരിക്കുന്നു. മതിലുകളിൽ പുരാതനമായ ചെറിയ ഓയിൽ പെയിന്റുകൾ, കൃഷിയിടങ്ങളിൽ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന കർഷകരുടെ ചിത്രം വീടിൻ്റെ ഗ്രാമീണ ഭംഗി കൂട്ടി. മുന്നോട്ട് നടന്നു പോകുമ്പോൾ കണ്ണിൽ പതിച്ചത് വലിയൊരു മരപ്പടിയാണ്. കൊത്തുപണിയുള്ള പടികളും ഇടയ്ക്കിടയ്ക്ക് ഇരുമ്പ് വളയങ്ങളും ചേർന്ന ആ പടി വീടിൻ്റെ രാജകീയത ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നി. മേൽനിലയിലെത്തുമ്പോൾ നീളൻ വരാന്ത, ഇരുവശവും പഴയ വലിയ മുറികൾ. ഇടതുവശത്തുള്ള വലിയൊരു മുറിയിലേക്ക് കയറി. ഇതാണ് എൻ്റെ വല്യേട്ടൻ്റെ മുറി. അതിൽ വലിയൊരു കട്ടിൽ, 4 തൂണുകളുള്ള തലക്കെട്ടിൽ കൊത്തുപണി നിറഞ്ഞിരിക്കുന്നു. കട്ടിലിനരികിൽ വലിയൊരു കണ്ണാടി, അതിനു മുന്നിൽ ചെറിയ മേശയും, മതിലുകളിൽ പൂക്കളുടേതായി തീർത്ത വാൾപേപ്പർ. അതുതന്നെ ആ റൂമിന് ഭംഗി കൂട്ടി. അടുത്ത മുറിയിൽ ഒരു പഴയ വീണ, മറ്റൊരിടത്ത് വലിയ ചെമ്പ്, തൂക്കുവിളക്ക്. ചില മുറികളിൽ റെഡ് ഓക്സൈഡ് തറ, ചിലതിൽ കറുത്ത കല്ല്, ഓരോന്നിനും സ്വന്തം ചരിത്രം പോലെ. അടുക്കള ഭാഗം പ്രത്യേകം മനോഹരമായിരുന്നു. വലിയ അടുപ്പ്, കല്ലിൽ വെച്ച ചൂള, പഴയ രീതിയിലുള്ള പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, പഴമയുടേതായ ആഢ്യത്വം നിറഞ്ഞ പാത്രങ്ങളാണ് അവിടെയെല്ലാം. പിന്നെ വലിയൊരു പാത്രപ്പുര, അതിനുള്ളിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെമ്പു കലങ്ങൾ വെള്ളത്തിൽ തിളങ്ങുന്നത് പോലെ. വീട് മുഴുവൻ നടന്നു നോക്കുമ്പോൾ ലക്ഷ്മിക്ക് തോന്നി, ഓരോ മരക്കൊളുത്തുകളും ഓരോ ജനാലകളും ഓരോ കസേരകളും പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതായി. വീടിൻ്റെ ഓരോ ഇടവും ഓരോ നിലയും ഓരോ പടവും പഴയ കാലത്തിൻ്റെ കഥകൾ പറയുന്നത് പോലെ. ഇനി വേറൊരു സ്ഥലം കാണിച്ചിരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അവളെയും കൊണ്ടുപോയത് ഹാളിലേക്കാണ്. ആ വലിയ നിലവിളക്ക് ഇരിക്കുന്നതിൻ്റെ നേരെ മുന്നിലായിട്ട് കാണുന്നത് വലിയൊരു പൂജാമുറിയാണ് എന്ന് അവൾക്ക് തോന്നി. അതും പഴമയുടെ പ്രൗഢി നിറഞ്ഞു നിൽക്കുന്നു.
ചേച്ചിക്കറിയോ, ഈ വീടും മാഷച്ചൻ്റെ വീടും അത് ചേട്ടനനിമാർ താമസിച്ചതാ. അതിൽ ഏറ്റവും മൂത്ത ആള്, അതായത് തറവാട് വീട് ഇതായിരുന്നു എന്നാ പറഞ്ഞത്. ഇതിന് അല്പം പൈസ കൂടുതലായിരുന്നു എന്ന്. അതുകൊണ്ട് മാഷച്ചൻ്റെ കയ്യിൽ അതെടുക്കാനുണ്ടായിരുന്നില്ല അത്രേ. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇത് വാങ്ങിയത്, മിത്ര പറഞ്ഞു. പിന്നെ ഇവിടെ കാണുന്ന പല പാത്രങ്ങളായിക്കോട്ടെ, ഇൻറ്റീരിയൽ സാധനങ്ങളായിക്കോട്ടെ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും കൂടി വിലയിട്ടാണ് അവർ വാങ്ങിയത്. അവരുടെ മക്കൾക്ക് ഇതെല്ലാം കൊണ്ട് ടൗണിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നേ, എൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് അവർ പറഞ്ഞ കാശ് കൊടുത്ത് രണ്ടുപേരും ഇതങ്ങ് വാങ്ങി. പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അത് നന്നായി എന്നാ. ഇപ്പോൾ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമോ? ഇല്ല. ഇവിടെ വരുന്ന പല ആളുകളും പറയാറുണ്ട് ഇവിടെ പല സാധനങ്ങളും ഇപ്പോൾ കിട്ടാനില്ല എന്ന്. പിന്നെ വേറൊരു കാര്യം അറിയോ, ആ കാണുന്ന വലിയ നെറ്റിപ്പട്ടം കണ്ടോ? അത് മാധവേട്ടൻ പറഞ്ഞ് ചെയ്യിച്ചു കൊണ്ടുവന്നതാ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. മിത്ര പറഞ്ഞപ്പോഴാണ് അവളും അത് ശ്രദ്ധിച്ചത്. ആ ഒരു ഹാളിന് വലിയ തലയെടുപ്പ് തോന്നിക്കുന്നത് അതാണ് എന്ന് തോന്നി. ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അതാണ് ഭംഗി കൂട്ടുന്നത് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന വിധത്തിലായിരുന്നു. അപ്പോഴേക്കും സാന്ദ്ര എല്ലാവർക്കുമുള്ള ചായ ഇട്ട് കൊണ്ടുവന്നു. ചേച്ചി, ആ ഭരണിയിൽ സ്നാക്സ് ഇരിക്കുന്നുണ്ട്. അമ്മ ഉണ്ടാക്കിയ അച്ചപ്പം, കുഴലപ്പം, ചക്ക വറുത്തത് എല്ലാം ഉണ്ട്. വാ ലക്ഷ്മി ചേച്ചി, നമുക്ക് പോയി എടുത്തിട്ട് വരാം. അയ്യോ, ഇത് കുറേ ചായ ഉണ്ടല്ലോ, മിത്ര ചോദിച്ചു. അവിടെ ദേ മാധവൻ്റെ ബസ്സിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഉദയേട്ടൻ വന്ന് പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കുള്ള ചായ എടുത്തു. സാന്ദ്ര പറഞ്ഞു. എന്നാൽ ചേച്ചി നടന്നോ, ഞങ്ങൾ സ്നാക്സുമായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ലക്ഷ്മിയും കൊണ്ട് കിച്ചണിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന 3-4 ഭരണികൾ തുറന്നു. ഇതാണ് ഞങ്ങളുടെ അക്ഷയപാത്രം. ഇത് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു തന്നെ ഇരിക്കും. ഇത് തീരാറാവുമ്പോഴേക്കും അമ്മ അടുത്തത് ചെയ്യും. അച്ഛനും അമ്മയ്ക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. അച്ഛൻ റിട്ടയർഡായി പോന്നേ പിന്നെ അമ്മയെ സഹായിക്കലാണല്ലോ പണി. അതാണ് ഈ കാണുന്നതെല്ലാം, അവൾ പറഞ്ഞു. ചേച്ചി ദേ ആ പാത്രം എടുത്തേ. മിത്ര പറഞ്ഞതും ലക്ഷ്മി അവൾ കാണിച്ചു കൊടുത്ത പാത്രം എടുത്തു. അവൾ പാത്രം എടുത്ത് മിത്രയ്ക്ക് കൊടുക്കുമ്പോഴാണ് മാധവ് അങ്ങോട്ട് വന്നത്. മോളെ മിത്ര, ഒരു വിത്തൗട്ട് വേണേ. രവിച്ചേട്ടനുണ്ട്, രവിച്ചേട്ടന് മധുരം പറ്റില്ല. അത് സാന്ദ്രയോട് പറയാൻ ഞാൻ മറന്നു. മാധവ് ലക്ഷ്മിയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ലക്ഷ്മി ചേച്ചി ഒരു വിത്തൗട്ട് എടുത്തോ, പാല് ഫ്രിഡ്ജിലുണ്ടാവും. ഞാൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി സ്റ്റൗവിനടുത്തേക്ക് പോകുന്നത് കണ്ടതും മാധവ് അവളെ നോക്കി. ആ ഏട്ടൻ വയ്ക്കോ, ഞങ്ങളങ്ങോട്ട് കൊണ്ടുവന്നോളാം. ആ പോകുമതേ ഇതും കൂടി കൊണ്ടുപോയിക്കോട്ടോ എന്ന് പറഞ്ഞ് ചക്ക വറുത്തതിൻ്റെയും കുഴലപ്പത്തിൻ്റെയും അച്ചപ്പത്തിൻ്റെയും പാത്രം അവന് നേരെ നീട്ടി. അവൻ മിത്രയെന്ന് നോക്കിക്കൊണ്ട് അത് വാങ്ങി. അവിടെ നിന്നും പോകുമ്പോൾ അവൻ ഒന്നുകൂടി ലക്ഷ്മിയെ നോക്കാൻ മറന്നില്ല. ചെല്ലേട്ടാ, ഞാൻ കൊണ്ടുവരാം, അവൾ പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ലക്ഷ്മി വേഗം തന്നെ 2 പേർക്കുള്ള ചായ എടുത്തു. ഇതെന്താ ചേച്ചി 2 പേർക്ക്? അത് ഇരുന്നോട്ടെ, ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ എന്തു ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ആ അതേതായാലും നന്നായി. മോളിവിടെ ഏലക്ക ഇരിക്കുന്നുണ്ടോ? ലക്ഷ്മി ചോദിച്ചു. പിന്നില്ലേ, ദാ ആ ഷെൽഫൊന്നും തുറന്നു നോക്കൂ, അവൾ പറഞ്ഞതും ലക്ഷ്മി ഒരു കബോർഡ് തുറന്നു. അതിൽ നിറയെ എല്ലാ സാധനങ്ങളും പേരെഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടി കുട്ടി ടിന്നുകളിലായി ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ളതും വെച്ചിട്ടുണ്ട്. അവൾ അതിൽ നിന്നും ഏലക്കയും ഒരു കഷ്ണം ഇഞ്ചി കിട്ടുമോ? ലക്ഷ്മി ചോദിച്ചു. അതിനെന്താ, തരാലോ എന്ന് പറഞ്ഞ് മിത്ര ഫ്രിഡ്ജ് തുറന്ന് ഒരു കഷ്ണം ഇഞ്ചിയും കൊടുത്തു. അവൾ ചായ ഉണ്ടാക്കുന്നത് നോക്കി മിത്ര ഇരുന്നു. ഇത് കൊള്ളാലോ, ഇതിപ്പോൾ എങ്ങനെയുണ്ടാവും ഇതിൻ്റെ രുചി? ചേച്ചി എന്തായാലും 2 പേർക്കുള്ള എടുത്തില്ലേ, ഒരു ഗ്ലാസ് എനിക്ക് തന്നോളൂ കേട്ടോ, ഞാനൊന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാം, മിത്ര പറഞ്ഞു. ലക്ഷ്മി ചായ 2 ഗ്ലാസ്സിലേക്ക് പകർന്നു. ഒന്നിൽ മധുരവും ഇട്ടു, ഒന്നിൽ മധുരമിടാതെ അത് മിത്രയ്ക്ക് കൊടുത്തു. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയും ലക്ഷ്മിയും കൂടി മുൻവശത്തേക്ക് ചെന്നു. അവിടെ വരാന്തയിൽ ഒരുപാട് പേര് ഇരിക്കുന്നത് കണ്ടതും ലക്ഷ്മി മാധവനെ നോക്കി. ആ ചായ രവിച്ചേട്ടന് കൊടുത്തോ, അവൻ പറഞ്ഞതും രവിച്ചേട്ടൻ പുഞ്ചിരിയോടെ കൈനീട്ടി. അതാണ് മാധവ് പറഞ്ഞ ആളെന്ന് മനസ്സിലായതും അവൾ ചെറു പുഞ്ചിരിയോടെ തന്നെ ആ ഗ്ലാസ് അദ്ദേഹത്തിന് കൊടുത്തു. മിത്ര കട്ടിളപ്പടിയിൽ വന്നിരുന്നതും അമ്മ അവളെ ഒന്ന് നോക്കി. ഇല്ല, ഞാൻ ദേ താഴെ ഇരുന്നു. അവൾ പെട്ടെന്ന് താഴെ ഇരിക്കുന്നത് കണ്ടതും അതെന്താ, മൊയ്തീൻ ചോദിച്ചു. കട്ടിളപ്പടിയിൽ ആരും ഇരിക്കാൻ പാടില്ല, സീതാമ്മ പറഞ്ഞു. അതെന്താ, ആരെങ്കിലും തല്ലുവോ? മൊയ്തീൻ ചോദിച്ചു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇരിക്കണ്ടെന്ന് പറഞ്ഞ് ഇരിക്കണ്ട, സീതാമ്മ പറഞ്ഞു. നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേ? കണ്ണിനും മനസ്സിനും കുളിർമ നിറഞ്ഞ ഒരു കാഴ്ച
കുറച്ചു മുമ്പ് ഇവിടെ അരങ്ങേറി. എവിടെയായിരുന്നു? അല്ല, കാണാനും വേണം യോഗം. മിത്ര പറഞ്ഞത് കേട്ടതും രവിചേട്ടനടക്കം എല്ലാവരും മാധവിനെയും ടീച്ചറമ്മയെയും മാഷച്ചനെയും എല്ലാം നോക്കി. ഇവളെന്തീ പറയുന്നത്? ആ അതോ, ഞങ്ങളുടെ ലക്ഷ്മിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അതാ അവൾ പറഞ്ഞത്. ആര്? ഈ ടീച്ചറോ? ആ അതെ, നന്നായി കളിച്ചു, അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്ക് ആവശ്യം വരും. ഉദയൻ പറഞ്ഞതും ലക്ഷ്മി അവനെ ഒന്ന് നോക്കി. ആവശ്യം വരും, പറയാം. ഉദയൻ പറഞ്ഞുകൊണ്ട് മാധവിനെ ഒന്ന് നോക്കി. പിന്നെ ഒരു കണ്ണ് ചിമ്മി കാണിച്ചു. ഇതെന്താ ഒരു പ്രത്യേകത ഈ ചായക്ക്? രവിചേട്ടൻ ചായ കുടിച്ചതും പറഞ്ഞു. അതെ, ചേട്ടന് സ്പെഷ്യലാ, മധുരം ഇട്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും പ്രത്യേകത. ബാലു പറഞ്ഞു. ഇല്ല, ഇതിന് നല്ല രുചിയുണ്ട്, മധുരം ഇടാതെ തന്നെ ഇത്ര രുചിയോ? രവിചേട്ടൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കുടിക്കുന്നത് കണ്ടതും അതെന്ത് പ്രത്യേകതയാണ് എന്ന് പറഞ്ഞ് ബാലുവും മൊയ്തീനും അവരുടെ കയ്യിലിരുന്ന ചായ കുടിച്ചു. അത് ലക്ഷ്മി ചേച്ചി ഇട്ട ചായയാണ്, മിത്ര പറഞ്ഞതും ആണോ? എന്തായാലും നന്നായിട്ടുണ്ട്, ഇതുവരെ കുടിച്ചിട്ടില്ല, ഒരു പ്രത്യേക രുചിയുണ്ട്. രവിചേട്ടൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മിത്ര കയ്യിലെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അവൾ കുടിച്ചതും അവളുടെ കണ്ണുകൾ വിടരുന്നത് കണ്ടു. മാധവ് അവളെ നോക്കി. നന്നായിട്ടുണ്ടല്ലോ ചേച്ചി, നന്നായിട്ടുണ്ട് കേട്ടോ, ഒരു പ്രത്യേക രുചിയുണ്ട്. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സീതാമ്മ ആ ഗ്ലാസ് വാങ്ങി. അമ്മേ, മുഴുവനും തീർക്കല്ലേ, എനിക്കിനി വേണം, മിത്ര പറഞ്ഞു. സീതാമ്മ അതിൽ നിന്ന് കുറച്ച് കുടിച്ചു നോക്കി. സീതാമ്മയുടെയും കണ്ണുകൾ വിടർന്നു. നന്നായിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ടല്ലേ, പിന്നെ ഏലക്കയുണ്ട്, മിത്രയാണ് പറഞ്ഞത്. നന്നായിട്ടുണ്ട് മോളെ, നല്ല രുചിയുണ്ട് കേട്ടോ. എവിടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മനു വാങ്ങി. ഇനി എനിക്കത് കിട്ടില്ല, ഞാൻ സമ്മതിക്കില്ല, മിത്ര പറഞ്ഞു. മനു കുടിച്ചതും മനുവിന് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും മിത്ര അത് ചാടി വാങ്ങിയിരുന്നു. ഇനി എനിക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേച്ചി ഇട്ട് തരും. അതിന് പാലിനിയില്ല, തീർന്നു, ലക്ഷ്മി പറഞ്ഞു. ഏട്ടന് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അത് മാധവിൻ്റെ നേരെ നീട്ടി. മാധവ് ലക്ഷ്മിയെന്ന് നോക്കി. ലക്ഷ്മിയും അവനെ നോക്കി. മാധവ് ആ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. അവനും അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ടു. കണ്ണുകളടച്ച് ചായ കുടിച്ച അവൻ കണ്ണ് തുറന്ന് ലക്ഷ്മിയെ നോക്കി. പറയാതെ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടു എന്ന്. അത് ലക്ഷ്മി മനസ്സിലാക്കുകയും ചെയ്തു. മോനെ മാധവേ, എന്നിട്ട് എന്താ തീരുമാനം? ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ കല്യാണമായിട്ട്? ടീച്ചറമ്മ ചോദിച്ചതും ബസ്സിലെ എല്ലാവരുടെയും മാധവിൻ്റെ അച്ഛൻ്റെയും മാഷച്ഛൻ്റെയും ഉദയൻ്റെയും എല്ലാം നോട്ടം കിച്ചുവിലേക്ക് ചെന്നു. കിച്ചു എന്നാൽ അത് കാര്യമാക്കാത്തത് പോലെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്, കയ്യിലെ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. ആ കൊടുക്കാം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാങ്ങാൻ പൊയ്ക്കോളൂ, പൈസ ഞാൻ തരാം, മാധവ് പറഞ്ഞു. ആ അതെ, ഞാനും തരാം ക്യാഷ്, ഉദയനും പറഞ്ഞു. പിന്നീട് ആ സംസാരം അവിടെ വരാതിരിക്കാനായിട്ട് മാധവും ഉദയനും അടക്കം എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവരുടെ വീടിൻ്റെ മുന്നിലുള്ള വഴിയിലൂടെ ഒരു പജീറോ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടത്. ഇത് ആ സച്ചിദേവല്ലേ? അവനിതിപ്പോൾ എങ്ങോട്ടെ ഈ നേരത്ത്, അതും ഇത്ര വേഗത്തിൽ? രവിചേട്ടൻ ചോദിച്ചു. അവൻ എപ്പോഴാണ് വണ്ടി എടുത്തിട്ട് ഇത്ര സ്പീഡിലല്ലാതെ പോയിരിക്കുന്നത്? എപ്പോഴും അവന് തിരക്കാണ്, എന്താണോ ഇത്ര തിരക്ക്? രവിചേട്ടനാണ് ചോദിച്ചത്. അത് ഷോ ഇറക്കുന്നതല്ലേ, ബാലു പറഞ്ഞു. അവനെന്തായാലും മാധവിനോട് ഒരു ചൊരുക്കുണ്ട് ഇപ്പോഴും അല്ലേ, ആ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ പേരിൽ, കിച്ചു പറഞ്ഞു. അവരാ ചൊരുക്കുമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഇപ്പോൾ ഈ പോക്ക് പോലും കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കുള്ളൂ, വൈകിട്ട് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാധവ, ഉദയൻ പറഞ്ഞു. നമുക്കൊരുമിച്ച് പോകാം, മാധവ് പറഞ്ഞു. ദേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ, മാഷച്ചൻ പറഞ്ഞു. എന്ത് പ്രശ്നം? ഞങ്ങളവിടെ ചെന്നിരിക്കുന്നു, ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു, അത്രയേ ഉള്ളൂ, അത്രേ പാടുള്ളൂ. ആ പോയ സച്ചിദേവിന് അതിലേക്ക് ഇത്തിരി താല്പര്യം കൂടുതലുള്ള കൂട്ടത്തിലാണ്, അറിയാലോ, ആളാവാൻ തന്നെയാ. പിന്നെ അവരാണ് ഇവിടുത്തെ വലിയ ആളുകൾ എന്ന് കാണിക്കാനുള്ള ഒരു വഴി കൂടിയാണല്ലോ ഈ ഉത്സവം നടത്തിപ്പ്. അതിന് ഇനിയുണ്ടല്ലോ സമയം ഉത്സവത്തിന്, മിത്ര പറഞ്ഞു. ഇപ്രാവശ്യവും സീതാമ്മയുടെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടാവും അല്ലേ, ഉദയൻ ചോദിച്ചു. ഉണ്ട്, കുട്ടികൾ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങി. അമ്മേ, എന്നെ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ലക്ഷ്മി ചേച്ചിയുടെ നൃത്തം കൂടി ആക്കിയാലോ, മിത്ര പറഞ്ഞതും മാധവ് ലക്ഷ്മിയെ നോക്കി. എല്ലാവരുടെയും നോട്ടം മിത്രയിലേക്കുമായി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.